വെൽക്കം ബാക്ക് അമൻ രോഹിത്സ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്നല്ലേ, അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് ഉണ്ണിയാലിലെ മെമ്പർ അനിത വിത്തനോട്ടിലിന് കുടുംബശ്രീ കൂട്ടായ്മയൊരുക്കിയ യാത്രയയപ്പ്. യാത്രയൊക്കെ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും നിർബന്ധിച്ച് വിളിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചത്. അപ്പോൾ ചേച്ചി ഒരുപാട് ഇതൊക്കെ, പിന്നെ ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക് ചേച്ചി കാരണം ഒത്തിരി സഹായം ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ചേച്ചീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ചേച്ചി ഇന്ന് വരെ ഒരാളെയും വേറെ കണ്ടിട്ടില്ല. എല്ലാവരും ഒരുപോലെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിട്ടുണ്ട്. കുടുംബശ്രീയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ചേച്ചീനെ പരിചയപ്പെട്ടതും. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങൾക്കും ചേച്ചി കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം, നല്ല തന്നെ പറയാനുള്ളൂ. നമ്മൾ കൂടുതലടുത്തത് ഈ കുടുംബശ്രീ തുടങ്ങിയതിന് ശേഷം തന്നെ. ഫസ്റ്റ് നെയിം എൻ്റെ ചേച്ചിക്കും വന്നിട്ട് പറയുമ്പോൾ കുടുംബശ്രീയെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവർ വന്നു, സെക്രട്ടറി അവിടെ നിന്ന് വന്നു, ഞാനത് നിന്നു, അവരും കൂടി സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാതെ അങ്ങനെയാണ് കയറി. ഇത്രയും വർഷം 3-4 വർഷം അങ്ങനെ എത്തി. എന്നാലും ഇനിയിപ്പോൾ എൻ്റെ ചേച്ചി ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം. മെമ്പർ സ്ഥാനത്തിൽ പോകുന്നുള്ളൂ, ബാക്കി കൂടെ ഉണ്ടാവുമല്ലോ, അതൊരാശ്വാസം. ഞങ്ങളൊരു കൂടപ്പറപ്പ് പോലെയാണ് 5 വർഷം. ഏറ്റവും കൂടുതൽ ഞങ്ങൾ രണ്ടാളാണ് ഈ കൊറോണ വന്നിട്ട് ടെൻഷനായിട്ടുള്ളത്. എനിക്ക് കിട്ടിയില്ല, ഏറ്റവും ഇതിൽ ദിവസങ്ങൾ കരച്ചിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സൂചിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് ഞങ്ങൾ രണ്ടുപേരാണ് ഈ 17-ാം വാർഡിൽ. 9 മണിക്കാണ് വരിക. എന്നിട്ട് പറയും ഓക്ക് പറ്റിയവർക്ക് കൊടുത്തു, മെമ്പർക്ക് പറ്റി. എന്തൊക്കെ ടെൻഷൻ അടിച്ചെന്നും അറിയോ ഈ ഒരു മെമ്പർ കയറിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും. അതുപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങളൊരു കൂടപ്പിറപ്പ് പോലെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഇനി ഇങ്ങനെ ഒരാൾ വരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയാൽ മതി, ഓക്കെ, അതങ്ങനെ ശരിയാവും. പിന്നെ എന്ത് പ്രതിസന്ധി ആണെങ്കിലും അത് ചിരി കണ്ടാൽ വാർഡിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം വിളിക്കുക അനിത ചേച്ചീനെയാണ്. എന്നിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. ഏറ്റവും നല്ലത് അത് കാണിച്ച് ഇവിടെ എടുത്തുണ്ടായി വിചാരിച്ചു തെറ്റുണ്ടായി തെറ്റുണ്ടെന്ന് തന്നെ പറയാം. പഠിക്കണം, അതിന് ആവശ്യമില്ല. നമ്മളോട് തന്നെ ആളാവുമ്പോൾ ചേച്ചിയോടാണെങ്കിലും ഫസ്നാനോടും അനിതനോടും എല്ലാവരോടും ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞ പോലെ അത് അങ്ങനെ തന്നെയാണേലും എല്ലാവരും എന്തുണ്ടെങ്കിലും അത് ഓൺ ദ സ്പോട്ടിൽ വാർഡിൽ നമ്മളെ ഗ്രൂപ്പിലിട്ടിട്ട് അത് ഞങ്ങൾ കുടുംബശ്രീക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല പ്രവർത്തനമാണ്. ഹരിതകർമ്മസേനയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് 17-ാം വാർഡിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നല്ല പ്രവർത്തനമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇനി ഉണ്ടാവാനൊരു എൻ്റെ ചേച്ചി പിന്നെ മെമ്പർ ആയി നിന്ന് അവിടെ നിന്നിട്ട് എന്ത് പറഞ്ഞാലും കേട്ടായിരുന്നു. അതുകൊണ്ട് ഇനി അങ്ങനെ തന്നെ വരണമെന്നായിരുന്നു ആഗ്രഹം. പണ്ട് 5 കൊല്ലമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിളിക്കാനും പറയാനൊക്കെ എൻ്റെ ചേച്ചീനും ഉടനുള്ള എന്തും പറയാനും. എല്ലാ കാര്യം കൊണ്ടും ചേച്ചി ഉഷാറാണ്. പിന്നെ ഒരു ബുക്ക് കുടുംബശ്രീൻ്റെ ബുക്ക് ചേച്ചിനോട് വിളിച്ചു പറഞ്ഞാൽ വൈകുന്നേരത്തെ അത് എടുത്തിട്ടുണ്ടാവും. ചേച്ചി ഒരു ബുക്ക് കൊണ്ടുവച്ചാൽ കൊണ്ടുവരാം, എന്താ ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല, ഒക്കെ ഓക്കെ. ചേച്ചി പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും അങ്ങനെയാണ്. ചേച്ചി ഇനി ഉയരെങ്കിലും എത്ര ഞങ്ങളൊപ്പം എന്നും ചേച്ചി ഇനി ഉണ്ടാവും, അതാ പിന്നെ സമാധാനം. എൻ്റെ ചേച്ചി നല്ല മെമ്പർ തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരാറുണ്ട്. എന്ത് പറഞ്ഞാലും കേൾക്കും. ഇനി ഒരു ഒപ്പിടേണ്ട കാര്യങ്ങളാണെങ്കിലും അതിനൊക്കെ നല്ല ഇതാണ്, ചെന്നാൽ വേഗം ചെയ്തു തരും. അതെ, റെഡിയാണ് പറയില്ല. കുറച്ച് സമയം വൈകിയാലും നല്ല സഹകരണമാണ്. പിന്നെ അംഗൻവാടിയിൽ സ്ഥിരമാക്കിയത് അതിൻ്റെ ചേച്ചിയാണ്. ഇതിന് മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ മെമ്പർ സ്ഥാനമുള്ള മാറും. അപ്പോൾ എല്ലാം കൊണ്ട് അതിൻ്റെ ചേച്ചി ഞങ്ങൾക്ക് ഉണ്ടാകും. പിന്നെ അംഗൻവാടിക്ക് എന്തിനു വിളിക്കുമ്പോഴും അതിൻ്റെ ചേച്ചി വരില്ല എന്നില്ല ഒന്നും പറഞ്ഞിട്ടില്ല. എന്ത് പരിപാടിക്കും അതിൻ്റെ ചേച്ചി വരണം തന്നെയാണ് ടീച്ചർ ഞാനും ഒക്കെ പറയുന്നത്.
പിന്നെ ഞങ്ങളെ അവിടേക്കുള്ള റോഡ് അതിൻ്റെ ചേച്ചിയാണ് നന്നാക്കി തന്നത്. കുറേ ആയിട്ട് അങ്ങനെ തിരിച്ചാളി ഇതൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചി കാരണം ഇപ്പോൾ ഞങ്ങളെ റോഡ് വഴി ശരിയാക്കി തന്നു. അങ്ങനെ വലിയൊരു ഉപകാരമായി. അതെല്ലാം സപ്പോർട്ട് ചെയ്ത് തരുന്നു. ഞങ്ങളെ എന്താണ് വീടിൻ്റെ മുമ്പിൽ ലൈറ്റ് വന്നു, ഒക്കെ മെമ്പറെ സഹായം തന്നെ. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് വീടിന് കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ 10 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ ചേച്ചിയായിട്ടാണ് ആ പേരൊക്കെ തന്നതും കുറേ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറേ നന്ദി കുറേ ചെയ്തു ഞങ്ങൾ ടീച്ചർ. എന്തായാലും വിളിച്ചാൽ മെമ്പർ വരും. പിന്നെ പഞ്ചായത്തിൻ്റെ എന്തൊരു ആവശ്യത്തിന് വിളിച്ചാൽ പിന്നെ മെമ്പർ പറഞ്ഞു തരും. പിന്നെ പാലിയേറ്റിൻ്റെ കാര്യത്തിൽ അത് പോകുമ്പോഴുള്ള ആൾക്കാർക്ക് മനസ്സിലാകും. വിളിച്ചുകൊണ്ട് എന്തിനു വിളിച്ചാലും മെമ്പർ ഒപ്പം നിൽക്കണുണ്ട് പറയാം. പഞ്ചായത്തിൻ്റെ ഇതിന് വിളിച്ചാലും മെമ്പർ ഒപ്പം നിൽക്കും. പിന്നെ കുടുംബശ്രീൻ്റെ ഇതിന് വിളിച്ചാലും മെമ്പർ ഒപ്പം നിൽക്കും. അപ്പോൾ അതുകൊണ്ട് മെമ്പർ ഇനി എല്ലാറ്റിനും ഞങ്ങളൊപ്പം വേണം. പഞ്ചായത്തിൽ നിന്ന് പോയില്ല എഴുതിയിട്ട് ഞങ്ങൾ വിടരുത്. കുടുംബശ്രീയിൽ ഞങ്ങളൊപ്പം വേണം. മെമ്പർ വേഗതാണ്. പോരാത്തത് കുട്ടികൾക്ക് ഒരു വെള്ളട്ടാങ്കി വേണമെന്നാണ് അത് വേണം. പിന്നെ ഇനിയിപ്പോൾ കുട്ടികൾക്ക് എന്താ മേശ അൽമറ എന്താ വേണമെന്ന് അതും തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കജിനോട്ടാൻ തന്നു. അത്ര എനിക്ക് പറയാൻ പറ്റും. അതൊക്കെ മെമ്പർക്ക് നന്നായിട്ട് വാർഡിലെ മറ്റ് അംഗങ്ങളുടെ അഭിപ്രായം കൂടി നമുക്കൊന്നറിയാം. പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു മുടക്കം ഒരു സമയത്തും ഉണ്ടായിട്ടില്ല. എന്താ പറഞ്ഞു വെച്ചാൽ അത് കേട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്യും. പിന്നെ വേറെ ഇപ്പം വലിയ ഈ വാർഡിൽ ഒരു പ്രശ്നങ്ങളും ഈ വാർഡിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ ഒരു വലിയൊരു പരിചയമൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കും ആദ്യം തന്നെ ഒരു പരിചയമൊന്നും ഇല്ലാത്ത ആളെന്നാണ് തോന്നിയിരുന്നത്. പക്ഷെ അവിടുന്ന് ഞങ്ങൾക്കൊക്കെ കുറച്ച് കാലം കൊണ്ടൊക്കെ വളരെ നല്ല നിലയിൽ വന്നിരിക്കുന്നു. വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇത്ര നല്ലൊരു മെമ്പർ ഇന്ന് വരെ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാ സത്യം. അത്ര നല്ല കുട്ടിയാണ്. എന്തും നമ്മൾക്ക് പറയാനും അത് അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്തു തന്നിട്ടേ ഉള്ളൂ. മേലാലും അങ്ങനത്തെ ഈ കുട്ടി തന്നെ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരുടെയും പറയാൻ പറ്റില്ല എൻ്റെ ആഗ്രഹം. ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലുള്ളവർ ഇനിയും വരട്ടെ. ഏറ്റവും നല്ല സ്വഭാവവും എന്ത് പറയാനും അവനവർക്ക് ചെയ്തു തരാനും നല്ല സന്മനസ്സുള്ളൊരു കുട്ടിയാണത്. നന്നായി വരട്ടെന്ന് എപ്പോഴും അനുഗ്രഹിക്കുന്നു. ഒരു കുഴപ്പം ആ കുട്ടിയെ പറ്റി ആരും അറിയില്ല. ഇന്ന് വരെ അങ്ങനെ പറയാനുള്ള ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കൊക്കെ അവരെ കൊണ്ട് കഴിയുന്നതും പറ്റുന്നതും ചെയ്തു തന്നതിന് എന്നും അവരോട് കടപ്പാടും കൃതാർത്ഥയും നന്ദിയുള്ളവരാണ്. ഇനി അങ്ങനെ ആയിട്ടെ. നല്ല അഭിപ്രായം, നല്ല മെമ്പറാണ്. നല്ല എല്ലാ കാര്യവും നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല ആൾക്കാരായിട്ടുള്ള ഒരു മാറ്റം നല്ലതാണ്. എല്ലാം കൊണ്ടും നല്ലതാണ്. മെമ്പറെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. ഞങ്ങൾക്ക് തൊഴിലുറപ്പ് മെമ്പർ ഉണ്ടാകുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയും കിട്ടിയത്. അത് മെമ്പറായിട്ട് ഞങ്ങൾക്ക് അത് നിർത്തിങ്ങാട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ തൊഴിലുറപ്പ് ശരിയാക്കി തന്നു. അത്ര പറയാനുണ്ട്. നല്ല അഭിപ്രായമാണ്. മെമ്പറെ കുറിച്ച് എല്ലാ സഹായവും ചെയ്തു തരുന്നുണ്ട്, എല്ലാ കാര്യത്തിലും. എന്തിനു വിളിച്ചാലും ഞങ്ങളെ ഒപ്പം ഞങ്ങളെ മെമ്പർ പിരിയനെ ഞങ്ങൾക്കത് സഹായിച്ചു തന്നല്ലോ. ഞങ്ങൾക്കൊരു യാത്രയപ്പം കൂടി കൊടുക്കണം. നല്ല സഹായമാണ്. എന്തൊരു കാര്യത്തിനും നമുക്ക് സഹായിക്കാൻ ഉസാറാണ്. നമ്മളറിയും കൂടി ഇല്ല നമുക്ക് ആവശ്യമുള്ളത്. പണ്ട് എന്തായാലും ചേച്ചി എഴുതി കൊടുത്ത് നമുക്ക് വാങ്ങി തന്നിട്ട് ഇന്ന് ഈ സമയം വരെ കുറച്ചവന് വില ഉയർത്തി കൊടുക്കട്ടെ. ഈ പദവിക്ക് ഇനിയും വോട്ട് ചെയ്യാൻ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ കിട്ടട്ടെ. ഞാൻ എപ്പോഴും അതേ പറയുള്ളൂ. അത്രയ്ക്ക് ഉസാറാണ് ചേച്ചി. ഞാൻ പറയാം, ചേച്ചി ഇറങ്ങിപ്പോയാൽ എന്താകും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു കാര്യം നമുക്ക് മുന്നിൽ പറയണമെങ്കിൽ ഒരാൾ വേണമല്ലോ നന്മ ചെയ്യാൻ. അത് പോയാൽ എന്താ കാട്ടുക എന്നാണ് വിഷമം മനസ്സിന്.
എനിക്കൊരു വിഷമമാണ്. എൻ്റെ അഭിപ്രായം പറയാം, മെമ്പർ കുഴപ്പമൊന്നുമില്ല. 5 വർഷം ഞങ്ങളിപ്പം വഹിച്ചിട്ട് ഞങ്ങൾ എന്തിനും ഞങ്ങളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും ഇത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായങ്ങൾ. ഇനി എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും പറയുക, നല്ല കാര്യങ്ങൾ വേഗം ചെയ്തു തരും. വീടിനൊക്കെ വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. പറയുമ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 4 മണിക്ക് ചേച്ചിക്കൊരു യാത്രയപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോണില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എനിക്കൊരു യാത്രയപ്പൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാളും പറഞ്ഞു അല്ല, നമ്മളെ കുടുംബശ്രീക്കാരെല്ലാവരും കൂടെ ഒന്ന് കൂടണം, എന്തായാലും അത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് കൂട്ടിയതാണ്. എന്നാലും 5 കൊല്ലം ഒരുപാട് പഠിക്കാൻ പറ്റി, ഒരുപാട് ആളുകളെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി കൂടപ്പിറപ്പുകൾ തന്നെ, ആൺകുട്ടികളാണേലും ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ നമ്മളെ കൂടപ്പിറപ്പുകൾ ഒരുപാട് കിട്ടി. പിന്നെ ഞങ്ങൾ കയറിയ ഉടനെ തന്നെ കോവിഡായിട്ടാണ് കയറിയത്. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത 2 മണിക്കൊക്കെ ഇരുന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണ ഒക്കെ ഇപ്പം ഇങ്ങനെ മനസ്സിലേക്ക് വരും കേട്ടോ. ഇവിടെ ലളിത ചേച്ചിയൊക്കെ പറഞ്ഞപ്പോഴേ 2 മണിക്കൊക്കെ ഓരോരുത്തരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ, അതേപോലെ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോൾ ഉമ്മാനെ മക്കൾ പിടിക്കില്ല, എന്നിട്ട് നമ്മൾ പിടിച്ച് വണ്ടിയിൽ കയറ്റേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അന്നാണ് നമുക്ക് ബന്ധങ്ങളെക്കാട്ടിലും വലുതാണ് അവനവൻ്റെ ജീവൻ എന്നുള്ളത് ആളുകൾക്ക് ഉണ്ടെന്ന് മനസ്സിലായത്. അവനവൻ്റെ ഉമ്മാനെ വണ്ടിയിലേക്ക് കയറ്റില്ല, നമ്മൾ പിടിച്ച് കയറ്റണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ 1.5 കൊല്ലം പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് പ്രവർത്തിക്കാൻ സമയം കിട്ടിയത്. പഞ്ചായത്തിന് ആനുകൂല്യം ലഭിക്കേണ്ടവരാണെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പരമാവധി ശ്രമിക്കാവും. ഭയമില്ലാതെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം ആ ഒരു സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോൾ ഇവിടുന്നൊക്കെ കണ്ടത്. പിന്നെ ഇപ്പം എന്തായാലും യാത്രയപ്പ് പറഞ്ഞാൽ മെമ്പർ സ്ഥാനത്തു നിന്നൊരു യാത്രയപ്പാണ് എന്നുള്ളത്. ഇങ്ങനെ 4 ദിവസം കൂടിയുള്ളൂ. 10-ാം തീയതി നോട്ടിഫിക്കേഷൻ തരുമെന്നാണ് അറിഞ്ഞത്. അടുത്ത ആളെ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് വാടിക്കുടിങ്ങളെ വീട്ടിൽ കൂടിയൊക്കെ വരും. അടുത്തൊക്കെ വോട്ട് വെച്ചിട്ട് അല്ല മാറി നിൽക്കണമെന്നില്ല പറയാം. ഇനി നമുക്ക് മെമ്പർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം. നമസ്കാരം. മണിയേട്ടൻ്റെ അനുഗ്രഹത്തോടെ 17-ാം വാർഡിലെ കൈപ്പത്തി അടയാളത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുകയും അന്ന് മുതൽ ഇന്ന് വരെ എന്നോടൊപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വികസനം ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല. പരമാവധി റോഡുകളും അംഗനവാടികളും മറ്റു ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കലും എല്ലാം ചെയ്തു എന്നാണ് വിശ്വാസം. 90% വിട്ടുകിട്ടിയ റോഡുകളും നമുക്ക് നവീകരിക്കാൻ സാധിച്ചു. ഇനി 3 റോഡുകൾ നമ്മളെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. അത് ടാറിങ് ആയതുകൊണ്ട് മാർച്ചിനുള്ളിൽ ചെയ്ത് തീർക്കും. ടെൻഡറെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒന്ന് നമ്മളുടെ കുന്നമ്മൽ അമ്പലം റോഡും, ഒന്ന് കോട്ടക്കുന്ന് റോഡ് കരിമ്പൻ കോളനി, അതായത് പാലക്കടവ് ഭാഗത്തെ ഒരു റോഡും. അതെന്തായാലും ഈ വർഷം തന്നെ ചെയ്യും. കുഴൽക്കിണർ അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം കാരണം നമ്മളോട് കാര ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടിരുന്നത് ഒരു വെള്ളത്തിൻ്റെ ആവശ്യമായിരുന്നു. അവിടെ ഒരു കുഴൽക്കിണറും ടെൻഡർ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരു പദ്ധതി ഉള്ളത് കോട്ടക്കുന്ന് നഗർ നവീകരണമാണ്, അതും നടക്കും. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് പരമാവധി എത്തിച്ചിട്ടുണ്ട്. 45ഓളം വീടുകൾ ഈ 4-5 വർഷത്തിനുള്ളിൽ നമ്മുടെ വാർഡിൽ ഇനി കയറിക്കൊണ്ടിരിക്കുന്നതുണ്ട്. അതുപോലെ പഠനമുറികൾ, കട്ടിൽ, ഗുണഭോക്താക്കൾക്കുള്ള ഓരോ ആവശ്യങ്ങളും കൃഷിയുടെ ആണെങ്കിലും എല്ലാം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കൾക്കനുസരിച്ച് നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് തുടക്കത്തിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 1.5 വർഷം കോവിഡിൻ്റെയും ഡെങ്കിയുടെയും ഒരു പിടിയിലായിരുന്നു നമ്മുടെ വാർഡ്. അതിന് ആശാവർക്കർമാരും RRTമാരും ഒക്കെ നമ്മളോട് കൂടെ ഉണ്ടായതുകൊണ്ട് അതെല്ലാം നമുക്ക് പെട്ടെന്ന് തരണം ചെയ്യാൻ സാധിച്ചു. ഈ 5 വർഷത്തിനിടയിൽ ഓരോ മേഖലയിലും സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇനിയും മെമ്പർ സ്ഥാനത്തുനിന്ന് മാത്രമേ ഇവിടെ പോകുന്നുള്ളൂ, വാർഡിൽ സജീവമായിട്ടുണ്ടാവും. അപ്പോഴും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.